ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കണ്ണൻകുഴിയാള മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് കാണണേ. ഒരു ജാർ എടുത്ത് അതിലേക്ക് 1 ബൗൾ തേങ്ങ, കുറച്ച് കറി ലീഫ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടി കുറച്ചേ ഇടുന്നുള്ളൂ, 1/2 ടേബിൾ സ്പൂൺ മതി. പിന്നെ 1/4 ടീസ്പൂണിൽ നിന്ന് പകുതി ഉലുവാപ്പൊടി, വറുത്ത ഉലുവാപ്പൊടി അതും ആഡ് ചെയ്ത് ഞാൻ ചെറിയൊരു നെല്ലിക്ക വലിപ്പം പുളി എടുത്ത് വെച്ചിരുന്നു. ആ പുളിയും പിഴിഞ്ഞ ചാറ് ഇതിലേക്ക് ഒഴിച്ച് ഒരു കുഞ്ഞു സവാള, ഫുള്ളായിട്ടുള്ള ഒരു കുഞ്ഞു സവാള, ആ സവാളയും അരിഞ്ഞിട്ട് ഇത് നമുക്ക് മീനിൻ്റെ പാകത്തിന് അരച്ചുകൊണ്ട് വരാം. ഇനി ഇതാ ഇവിടെ ഞാൻ 4 കുഞ്ഞു തക്കാളി എടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. നല്ല പഴുത്തതൊക്കെ എടുത്ത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇടാം. ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. തക്കാളി വഴറ്റുന്നതിന് ഇടയ്ക്ക് വെച്ച് ഇതിന് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തക്കാളി ഉടഞ്ഞു വരുമ്പോഴത്തേക്ക് അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. കൂട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് ഈ കൂട്ട് നല്ലതുപോലെ തിളയ്ക്കുന്ന രീതിയിൽ അടച്ചു വയ്ക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. മീനും ആഡ് ചെയ്ത് വീണ്ടും അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് വീണ്ടും അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ മീൻ നന്നായി വെന്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഉപ്പെല്ലാം നോക്കി വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളം വറ്റമുണ്ട്, ഉപ്പൊക്കെ പാകത്തിനുണ്ട്. വീണ്ടും അടച്ചു വെച്ച് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു കണ്ണൻകുഴിയാള മീൻകറി ഇവിടെ റെഡിയാണ്. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.